ആ ഗൈസ് ഇത് വീട്ടിലേക്ക് എല്ലാം സ്വാഗതം. നിങ്ങൾ കുഴിമന്തി വെച്ചിട്ടുണ്ടോ? കുഴിമന്തി കുക്കർ മന്തിയോ ചെരുവ് മന്തിയോ അല്ല, ഒറിജിനൽ കുഴിയിലുള്ള ഉണ്ടാക്കിയ കുഴിമന്തി. അത് നമ്മുടെ അടിമാലിയിൽ. നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് ഈസ്റ്റേൺ കമ്പനിയുടെ തൊട്ടടുത്താണ്. നമ്മുടെ ചാറ്റുപാറ ഗ്യാസ് പടികയാണ് ഹയാത്ത് റെസ്റ്റോറൻറ്റ്. വേറെ സ്ഥലങ്ങളിലൊക്കെ കുഴി ഉണ്ടാവും, കുഴിമന്തി ഉണ്ടാവും, നമുക്കറിയില്ല. നമ്മളിവിടെ വന്നപ്പോൾ കുഴിയിൽ കുഴിമന്തി അങ്ങനെ കണ്ടു. അപ്പോൾ നമ്മളിവിടെ കയറി ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ മറക്കണ്ട, ഈസ്റ്റേൺ കമ്പനിയുടെ അടുത്ത് ഗ്യാസ് പടി ചാറ്റുപാറയാണ്. അപ്പോൾ നമ്മുടെ മന്തി അങ്ങനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ പോകുന്നത് ഗായ്സ്. അതാണ് കുഴിയിലുണ്ടാക്കിയ കുഴിമന്തി എന്ന് പറഞ്ഞു. ഒറിജിനൽ കുഴിമന്തിയാണ്. അവർ പൊക്കിയെടുക്കാൻ പോകാനുള്ള അംഗമാണ് ഈ കാണുന്നത് ഗായ്സ്. നിങ്ങൾ ആ തുണി അങ്ങ് മാറ്റിയപ്പോൾ തന്നെ എന്താ ഒരു സ്മെല്ല്, അടിപൊളി സ്മെല്ല്. ചിക്കൻ അങ്ങ് ശരിക്കും വെന്തങ്ങ് ഫ്രൈ ആയിട്ട് അടിപൊളി, ആ റൈസ് അടിയിരിക്കുന്ന അതിൻ്റെ അങ്ങോട്ട് സ്മെല്ല്. അപ്പോൾ നമ്മുടെ ഹയാത്തിൽ വന്നിട്ട് കുഴിമന്തി ഓർഡർ കൊടുത്തിട്ടുണ്ട്. 4 പേർക്കുള്ള കുഴിമന്തി. ഇവിടെ കുഴിമന്തിക്ക് വേറെ പ്രത്യേകത ഉണ്ട്. കുഴിമന്തി അൺലിമിറ്റഡ് റൈസുമാണ്. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരും, വന്ന് കഴിയുമ്പോൾ കാണാം. പൊറോട്ടയും ബീഫും. നമ്മളൊരാൾ കുഴിമന്തി കഴിക്കില്ല, അതുകൊണ്ട് പൊറോട്ടയും ബീഫ് ഫ്രൈ ആണ് പറഞ്ഞേക്കണേ. ഇതുണ്ടോ, നല്ല മയോണൈസും ചട്നി ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ കുഴിമന്തി ഇപ്പോൾ തന്നെ വരും. അപ്പോൾ നമുക്ക് നോക്കാട്ടോ. അപ്പോൾ നമ്മൾ കുഴിമന്തി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഉണ്ടോ, ഒരാൾക്ക് കുഴിമന്തി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അൽഫാമാണ് പറഞ്ഞേക്കണേ. അൽഫാമന്തിയാണ് ഒരാൾക്ക് പറഞ്ഞേക്കണേ. അതിൻ്റെ കൂടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കി ഉണ്ടോ, ഇതാണ് ഒറിജിനൽ കുഴിമന്തി എന്ന് പറഞ്ഞത്. അൽഫാമന്തി അല്ല, ഒറിജിനൽ കുഴിമന്തി. കുക്കർ മന്തി കുക്കറിലിട്ടോ അല്ലെങ്കിൽ ചെരുവത്തിലിട്ടോ ഒന്നും ഉണ്ടാക്കണമല്ല. എല്ലാവർക്കും സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്ന കുഴിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുഴിയൊക്കെ നമുക്ക് കാണിക്കാം. ഒരാൾക്ക് അൽഫാമന്തി. ഇങ്ങനെയാണ് കുഴിമന്തി ഒറിജിനലായിട്ട്. അത് എൻ്റെ എല്ല് വരെ നല്ല സെറ്റായിട്ട് വെന്തല്ല അടിപൊളിയായിട്ട് ഇരിക്കണം. മയോണൈസ് ഒഴിച്ചു. ഇതും കൂടെ കുറച്ചങ്ങനെ ഒഴിക്കോട്ടെ ഗൈസ്. അതാ ക്യാബേജിൻ്റെ സലാസുകൾ നമ്മളുണ്ട്. അതിന് പേര് കറക്റ്റ് എനിക്കറിയില്ല. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടിരിക്കണം സെറ്റ്. ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടുത്താൻ കുടിക്കാം ഗായ്സ്. ഇതാണ് ഒറിജിനൽ കുഴിമന്തി. കണ്ടത് ഇങ്ങനെയാണ് വെന്ത് നല്ല സെറ്റായിട്ട് കണ്ടത്. ഇതിനകത്തെന്ന് വെച്ചാൽ ചിക്കനൊക്കെ നല്ല പഞ്ഞി പോലെ പോലും പൊളിഞ്ഞൊക്കെ സെറ്റായിട്ടാണോ. ഇപ്പോഴത്തെ മയോണൈസും തക്കാളി ചട്നിയൊക്കെ കൂട്ടിയാണ് പിടിക്കും. കുഴിമന്തി എന്ന് വെച്ചാൽ ഒറിജിനൽ കുഴിമന്തി പറയും. അതാണ് അതിൻ്റെ സെറ്റ്. അൽഫാമന്തി മിക്കോടത്തും തന്നെ നമുക്ക് അറിയാവുന്നവർക്കെല്ലാവർക്കും തന്നെ കുക്കറിലാണ് മന്തി ഉണ്ടാക്കുന്നത്. ഇവിടെ കുഴിയിലാണ് ഉണ്ടാക്കുന്നത്. ഒറിജിനൽ കുഴിമന്തിയാണ്. റൈസിനോട് നമുക്ക് കഴിച്ചു പോകാം. ഓക്കെ, ചിക്കൻ ഒന്നും പറയാനില്ല, അടിപൊളി. കുറച്ച് റൈസിനകത്ത് നമ്മൾ മയോണൈസും ഈ തക്കാളിയുടെ ഇതൊക്കെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പിടുത്തം കുടിക്കാം. റൈസും കഴിച്ചു പോകാനുള്ളത്. കുക്കുംബർ ഒറിജിനൽ കുഴിമന്തി എന്ന് പറഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒറിജിനൽ കുഴിമന്തി കഴിക്കും. അത് നമ്മൾ ഹയാത്തിൽ വന്നെങ്കിൽ ഒറിജിനൽ കഴിച്ചു പോകുന്നത്. ചിക്കനൊക്കെ വെന്തല്ലേ, തൊടുന്നതിൽ സോഫ്റ്റായിട്ടും പൊളിഞ്ഞു വരും. അടിപൊളി അടിപൊളി ടേസ്റ്റാണ്. അൺലിമിറ്റഡ് റൈസാണ്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് കുഞ്ഞുണ്ണിയുടെ കഴിച്ചു നോക്കിയ ടേസ്റ്റ് പറയാൻ പോകണേ. കുഞ്ഞുണ്ണി ഇപ്പോൾ ചിക്കനാണ് നോക്കി. കുഞ്ഞിനൊക്കെ നുള്ളി എടുക്കാൻ മാത്രം നല്ലത്. കണ്ടോ, പഞ്ഞി പോലെ വരണ്ട്. അടിപൊളി. ഏണ്ട് അടിപൊളി. ചിക്കുട്ടനാണ് ടേസ്റ്റ് ചെയ്യാൻ പോണേ. ഞാനുണ്ട് ചിക്കുട്ടൻ പറയേ. ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മറ്റുള്ള സ്ഥലത്ത് കഴിക്കാൻ ടേസ്റ്റ് ഇല്ലേ? ചിക്കനൊക്കെ അതേ കണ്ടോ, ചുമ്മാ നുള്ളുമ്പോഴത്തേക്കും വരും. കണ്ടോ, പഞ്ഞി പോലെ അല്ലേ, സോഫ്റ്റായിട്ട് ഇട്ടും. ഒരാൾക്ക് കുഴിമന്തി ഇഷ്ടമാകാത്ത ആളുണ്ട്. അപ്പോൾ അൽഫാം മന്തിയാണ്. റൈസ് സെയിം ആണ്. അപ്പോൾ അതേ മന്തി അൽഫാം കൂട്ടിയൊന്ന് പിടിച്ചു നോക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെയാണ് നമുക്ക് ചോദിക്കാം കേട്ടോ. എന്തായാലും ഗൈസ് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഇവിടെ നിന്ന് കയറി പരീക്ഷിച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ആണോ, അൽഫാം മന്തി റൈസും കൂടെ കൂട്ടി മയോണൈസും ആ തക്കാളി ചട്നിയും ഒക്കെ സംഭവം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചു പോകാം ഗൈസ്. കൊള്ളാമോ? സൂപ്പർ. ഇല്ല, ഇവിടെ കുഴിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അറിയാനുണ്ട്. കുഞ്ഞുണ്ണിക്കായാലും എല്ലാം ഒന്നും പിടിക്കണം. എല്ലാം ചുടുമ്പോഴേക്കും നിങ്ങൾ പൊടിഞ്ഞു പോലെ ഇരിക്കണം. അപ്പോൾ എന്തായാലും സെറ്റായിട്ടുണ്ട്. അച്ചായിക്ക് കുഴിമന്തി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അച്ചായി പൊറോട്ടയും ബീഫ് ഫ്രൈ ആണ് മേടിച്ചേക്കണേ.
എന്തായാലും കൊള്ളാം, നല്ലൊരു അടിപൊളിയാണ്, നല്ല സൂപ്പറാണ്. അടിപൊളി സൂപ്പറാണ്. വയറ് വെച്ച് കഴിക്കാറുണ്ട്, അൺലിമിറ്റഡ് റൈസ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ കഴിക്കാറുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. കുഴിമന്തിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കുന്നത്, കുഴിയിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ അറിയാലോ. സാധാരണ കാലത്തും കുക്കറിൽ വെച്ച് ചെരുവത്തിൽ വെച്ച് ഉണ്ടാക്കണേ, ഇവിടെ ഈ ഹയാത്തിൽ സ്പെഷ്യലാണ്, അടിപൊളി, ഒന്നും പറയാനില്ല. 4 പേര് നല്ല പൊളിങ്ങാണ്ട്, ആദ്യം കൊണ്ട് തീർന്നു. അപ്പോൾ നമ്മൾ അടുത്ത റൈസ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ തന്നെ വരും. അൺലിമിറ്റഡ് റൈസാണ്. ഹായ്, അപ്പോൾ നമ്മൾ ഇവിടെ കുഴിമന്തി കഴിച്ചു, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. അപ്പോൾ നിങ്ങളും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഇച്ചുകൂടിനൊക്കെ ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്, ഒറിജിനൽ കുഴിമന്തിയാണ്, സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, എല്ലാവരും കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ വെറൈറ്റി വീഡിയോ ആയിട്ട് വരും. അതുപോലെ എല്ലാവർക്കും ബൈ.